പ്രൈസ് ദി ലോർഡ്. ഹാലേലിയ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയമുള്ളവരെ, നമ്മളെ സഹായിക്കാൻ ദൈവം അനേക ബൃന്ദം മാലാഹമാരെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ദൈവം നമ്മളുടെ ജീവൻ അമ്മയുടെ ഉദരത്തിൽ ആരംഭിച്ചത് മുതൽ നമ്മുടെ മരണം വരെയും അതായത് നിത്യജീവൻ വരെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവം അനേകം മാലാഹമാരെ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മാലാഹമാരുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ വളരെയേറെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ ദൈവ പൈതലിന് വേണ്ടിയും അത്രമാത്രം കരുതുന്നവനാണ് നമ്മുടെ നല്ല ദൈവം. അത് മാലാഹമാരെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മാലാഹമാരുടെ സാന്നിധ്യവും സഹായവും കൊണ്ട് അനുഗ്രഹം പ്രാപിച്ച ചില വചനങ്ങൾ നമ്മളൊന്ന് എടുത്ത് ധ്യാനിക്കുകയാണ്. വളരെയേറെ ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള ഈ വഴിയെ പറ്റി നമുക്ക് ധ്യാനിക്കാം. ഈ ശുശ്രൂഷയിലേക്ക് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതായത് ഈ മാലാഹമാരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അവരുടെ സഹായം തേടണം, അവരെ വിളിക്കണം. വിളിച്ചാൽ അവർ കടന്നു വരും. അതനുസരിച്ചുള്ള ഒരു ജീവിതശൈലി നമുക്ക് രൂപപ്പെടുത്താൻ ദൈവം നമുക്ക് ഇടയാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ തോബിത്തിന്റെ പുസ്തകം തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ തോബിത്ത് 12 വചനം എങ്ങനെയാ? ആ വചനം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവൻ കേട്ടു. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവൻ കേട്ടു. എന്നിട്ട് തുടർന്ന് വചനം പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ അനുസ്മരിച്ചു, നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ ഇടപെടാൻ തീരുമാനമെടുക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ ദരിദ്രൻ്റെ അഗതിയുടെ പക്ഷത്തെ ഭാഗത്ത് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത് വചനം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ തോബിത്തിന്റെ പുസ്തകം 12 ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാനും നിന്നോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് അത് തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 14-ാം വചനം ശ്രദ്ധിച്ച് നോക്കണം. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി മാലാഹമാരെ അയക്കുന്നു എന്ന് പറയുന്ന ഒരു വിസ്മയകരമായ ഈ വചനം നമ്മളൊന്ന് ധ്യാന വിഷയമാക്കേണ്ടതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ മാലാഹമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന കുറേ വഴികളും വചനവും നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കുകയാണ്. മാലാഹമാരിലൂടെ നൽകുന്ന അനുഗ്രഹം. അത് തോബിത്തിന്റെ പുസ്തകത്തിൽ അത് വളരെയേറെ പ്രാധാന്യത്തോടെ ആ വചനഭാഗങ്ങൾ ഒന്നൊന്നായി എടുത്തു പറയുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാം വചനം. ഒരു നല്ല ദൂതൻ അവനോടൊത്ത് പോകും, അവൻ്റെ യാത്ര മംഗളമായിരിക്കുകയും സുഖപ്രദമായി അവൻ മടങ്ങി വരികയും ചെയ്യും. ഒരു നല്ല ദൂതനെ അയക്കാൻ ദൈവം എനിക്ക് വേണ്ടി തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു നല്ല ദൂതനെ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ, എൻ്റെ വഴികളിൽ, എൻ്റെ യാത്രയിൽ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ, എൻ്റെ മടക്ക യാത്രയിൽ എന്നെ സഹായിക്കാൻ ഒരു നല്ല ദൂതനെ എൻ്റെ ദൈവം അയക്കുകയാണ്. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ അതിൻ്റെ 2-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. ദൈവത്തിൻ്റെ ദൂതനെ ദൈവം നമുക്ക് കൂട്ടിന് സഹായത്തിന് വഴിയൊരുക്കാൻ വേണ്ടി, തടസ്സങ്ങളെ മാറ്റാൻ, പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നീക്കാൻ വേണ്ടി ദൈവം അയക്കുന്നു. അവൻ വഴിയൊരുക്കുമെന്നാണ് വചനം പറയുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകത്തിലെ 23-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം ഇതാണ്. ഇതാ, ഒരു ദൂതനെ ഞാൻ നിനക്ക് മുമ്പേ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വീകാര്യമായ ആ സ്ഥലത്തേക്ക്, ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ കൊണ്ട് എത്തിക്കുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. പിന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 7-ാം വചനം പറയുന്ന, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു എന്ന്. സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണമാണ് ദൈവഭക്തർക്ക് ചുറ്റും പ്രധാനപ്പെട്ട. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവഭക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. നമ്മൾ ആദ്യം കണ്ടില്ലേ, പ്രാർത്ഥനയുടെ ഒരു അരൂപിയും ഒരു അഭിഷേകവും നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. വീണ്ടും 91-ാം സങ്കീർത്തനം നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനം. 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വചനം. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എൻ്റെ വഴിയിൽ എന്നെ കാത്തുപാലിക്കാൻ, എനിക്ക് സംരക്ഷണം നൽകാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവവേദലിന് വേണ്ടി
ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. വീണ്ടും 91 സംഘത്തിന് 12 വചനം പറയുന്നത്, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ ദൂതന്മാർ എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ എന്നെ കൈകളിൽ വഹിക്കുന്ന വിസ്മയകരമായ ഒരു സാന്നിധ്യം. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. എനിക്ക് നൽകുന്ന ഈ അഭിഷേകം കർത്താവ് ഉള്ളത് കൊണ്ടാണ്, മാലാഖമാരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, ദൈവം തൻ്റെ ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് ശക്തിയും അനുഗ്രഹവും കിട്ടിയത് എന്നാണ് ഇവിടെ വചനം പറയുന്നത്. വീണ്ടും മലാക്കി പ്രവചനം 3-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, മലാക്കി 3:1, ഇതാ നിനക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന്. അപ്പം ദൈവം എനിക്ക് വേണ്ടി മാലാഖയെ അയക്കും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് വിസ്മയകരമായൊരു വചനം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 7-ാം വചനം, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി, മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിൻ്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്നും ചെങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹത്തിൽ, തടവറയിൽ ബന്ധനാവസ്ഥയിൽ കഴിയുന്ന ആ ബന്ധനത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് മാലാഖ വന്ന് വിടുവിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. വീണ്ടും തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 5:16 പറയുന്നുണ്ട്, പിതാവ് അവനോട് പറഞ്ഞു, ഇവനോട് പോയിക്കൊള്ളുക. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. വീണ്ടും ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22-ാം വചനം, സിയോന്റെ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വീണ്ടും മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 10-11 വചനങ്ങൾ, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ട ആരെയെങ്കിലും നിന്ദിച്ചാൽ സ്വർഗത്തെ ദൈവത്തിന് അത് വേദനയാണ്. ഈശോ അത് കാണുന്നുണ്ട്, ഈശോയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. അപ്പം നമ്മളിൽ ഉള്ള ഈ മാലാഖയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തിരിച്ചുള്ളത്, അത് മാലാഖയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ തന്നെ സാന്നിധ്യം തന്നെയാണ്. പിന്നെ യെശയ്യാ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം, അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് പൊടിൽ കൊണ്ട് എടുത്ത ഒരു അഗ്നി നാളം തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എനിക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അശുദ്ധി നീങ്ങാൻ എൻ്റെ ദൈവം എൻ്റെ തൻ്റെ മാലാഖമാരെ അയച്ച് എന്നെ വിശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ ദൈവം തൻ്റെ മാലാഖമാരെ അയച്ച് നമ്മെ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മാലാഖമാരുടെ സാന്നിധ്യം ക്ഷണിച്ച് പ്രാർത്ഥിക്കണം. അടുത്ത ഒരു 1-2 വീഡിയോ കൊണ്ട് ഇതൊന്ന് തീരുള്ളൂ. ഞാനിത് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ തുടർന്ന് 2 വീഡിയോകളിലൂടെ ചെയ്താൽ ഇത് ഏതാണ്ടൊന്ന് ഒരു പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് മാലാഖമാരെ ക്ഷണിച്ച് പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമുക്ക് വേണ്ടി കാവൽ മാലാഖമാരെ നൽകിയിട്ടുണ്ട്. നമ്മൾ ആരെ കാണാൻ, ഏതൊരു പ്രതിസന്ധിയിൽ നമ്മൾ വിഷമിക്കുന്നോ ആ പ്രതിസന്ധി മേഖല കാവൽമാലാഖയ്ക്ക് വിട്ടുകൊടുക്കണം. ആ വ്യക്തിയോട് ചെന്ന് നമ്മൾ ഭാരപ്പെടുന്ന മേഖല നമ്മളെ ഉപദ്രവിച്ച, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം സാധിക്കേണ്ട, നമുക്കൊരു സംഗതി നേടിക്കിട്ടേണ്ട വ്യക്തിയുടെ കാവൽമാലാഖയോട് ചെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായും എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ച നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി, നമ്മൾ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി സ്വർഗം ഒരുക്കിയ സ്വീകാര്യമായ വഴിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ മാലാഖമാരെ നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലയിലേക്ക് ക്ഷണിക്കണം. പ്രത്യേകിച്ച് കാവൽ മാലാഖമാരെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. അങ്ങനെ അവരെ പ്രവർത്തന നിരതരാക്കണം. അതുകൊണ്ട് ഈ വചനമൊക്കെ നമ്മളിൽ ഇതൊരു പ്രായോഗിക ജീവിതത്തിലേക്ക് വരാൻ നമുക്കിടയാകണം. വചനം മാംസം ധരിക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.